മോളെ, ആച്ചാ കിട്ടിയോ? എന്താ ഇത്ര വൈകിയത്? അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടി മോളെ. താച്ച. അല്ല മോളെ, എങ്ങനെ തരും? അത് അച്ഛൻ കുറച്ച് മാറി നിൽക്ക്, ഞാൻ വാതിൽ തുറന്ന് കൈ നീട്ടാം. ശരി മോളെ. തോർത്തുകൂടി പിഴിഞ്ഞ് മുടി പുറകിലേക്ക് വളച്ച് അവൾ വാതിൽ തുറന്ന് കൈ നീട്ടി. വാതിലടച്ച ശേഷം അയാൾ ഓരോ കാര്യങ്ങൾ ഓർത്തു. ഈറണിഞ്ഞ മുടിയുമായി അവൾ പുറത്തേക്ക് വന്നു. അച്ഛാ, കുളിക്കുന്നില്ലേ? ആ ഉണ്ട്. മോൾക്കിപ്പോൾ വേദനയുണ്ടോ? ആ അച്ഛാ, കുറച്ച് വേദനയുണ്ട്. നടക്കാനാവില്ലേ? അത് ഇല്ല അച്ഛാ. ഒന്ന് ആലോചിച്ച ശേഷം അവൾ അങ്ങനെ പറഞ്ഞു. അയ്യോ, ഇനി എന്ത് ചെയ്യും മോളെ? സാരില്ല അച്ഛാ, അച്ഛൻ പോയി കുളിച്ചിട്ട് വാ, നമുക്ക് ഒന്നിച്ചു പോകാം. ആ ശരി മോളെ, ഞാനൊരു സ്റ്റൂൾ കൊണ്ടുവരാം, മോള് അതിലിരുന്നോ. അത് കേട്ട് അവൾ തലയാട്ടി. സ്റ്റൂൾ എടുക്കാൻ പോയ ശ്രീധരനെ നോക്കി അവൾ അടക്കി ചിരിച്ചു. ഇതാ മോളെ, ഇതിലിരിക്ക്, ഞാൻ വേഗം വരാം. ശരി അച്ഛാ. മുടി വിരിച്ചിട്ട് റിയ അതിലിരുന്നു. ശ്രീധരൻ നേരെ കുളിക്കാൻ കയറി. വല്ലതും കിട്ടുമോ എന്നറിയാൻ അടുക്കളയിൽ വന്നതാണ്. ഇപ്പോൾ ഇവിടെ കുളിച്ചിരിക്കുന്നു. ഓരോ അവസ്ഥ. അവൾ അതോർത്ത് പുഞ്ചിരിച്ചു. അമ്മായച്ഛനുമായി ഒരു സാഹചര്യത്തിന് സ്കോപ്പ് ഉണ്ടാകുമെന്ന് അവൾ ചിന്തിച്ചു. തെറ്റാണ്. എന്നാലും ഇനി ഇവിടെ വേറെ ആരെ കിട്ടാനാണ്? ഒന്നുമില്ലെങ്കിലും എൻ്റെ അമ്മായച്ഛൻ തന്നെയല്ലേ. കൂടാതെ എൻ്റെ വസ്ത്രങ്ങൾ വരെ കൊണ്ടുവന്ന് തന്നു. എല്ലാം അപ്രത്യക്ഷമായി സംഭവിച്ചതല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. അതൊക്കെ പറഞ്ഞ് അങ്ങേര് ഒന്ന് വട്ടുപിടിപ്പിക്കണം എന്നവൾ ഉറപ്പിച്ചു. കൊടുത്താൽ ആ ആരോഗ്യം വെച്ച് പൊളിക്കാമെന്ന് ഉറപ്പാണ്. ആലോചിക്കാൻ തന്നെ വയ്യ. എന്തായാലും നടക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞത് നന്നായി. അവൾ സ്വയം പുഞ്ചിരിച്ചു. അവളുടെ ചിന്തകൾ കയർ പൊട്ടിക്കുമ്പോൾ ശ്രീധരൻ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ഒരു തോർത്തായിരുന്നു അയാളുടെ വേഷം. മോളെ, ഇപ്പോൾ എങ്ങനെയുണ്ട്? മറുപടിയായി നിസ്സംഗഭാവത്തിൽ അവൾ കൈമലർത്തി. എന്നാ നമുക്ക് പോയാലോ? എന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല അച്ഛാ, എന്നെ ഒന്ന് താങ്ങ്. അയാൾ അവളെ താങ്ങി നടന്നു. അയ്യോ അച്ഛാ, നിൽക്ക്. എന്താ മോളെ, എന്തു പറ്റി? അതച്ഛാ, ചെറിയ വേദനയുണ്ട്. എന്നാ വേഗം വാ മോളെ, റൂമിലേക്കാക്കാം. കിടന്നാൽ കുറച്ച് ആശ്വാസം കിട്ടും. അതല്ല അച്ഛാ, കുറച്ചു നേരം ഇവിടെ നിൽക്ക്. ആ ശരി. നേരിയ വെട്ടം വീഴുന്ന ഇടനാഴിയിൽ അവർ നിന്നു. ഈ വേദന വേഗം മാറുമോ? അവൾ അച്ഛൻ്റെ ചെവിയിൽ മുഴിഞ്ഞു. ആ മാറിക്കോളും മോളെ. നാളെ രാവിലത്തേക്ക് മാറിയില്ലെങ്കിൽ നമുക്കൊന്ന് കാണിക്കാം. ആരെ? അത് വൈദ്യരെ. മോളെ, നല്ല വേദനയുണ്ടോ? ആ അച്ഛാ, ഉണ്ട്. മോളെ, നമുക്ക് നടക്കാം. അവളെങ്ങാനും ഉണർന്നു വന്നാൽ ആകെ തീരും. ആ ശരി അച്ഛാ, നടക്കാം. അങ്ങനെ അവർ റൂമിലെത്തി. മോളെന്നാ കിടന്നു. അവൾ അർത്ഥസമ്മതത്തോടെ തലയാട്ടി. ശ്രീധരൻ നേരെ കുളിമുറിയിലേക്ക് ഓടി. എല്ലാം കഴിഞ്ഞ് പതിയെ ഇറങ്ങി ലൈറ്റുകൾ ഓഫ് ചെയ്ത് ശ്രീധരൻ റൂമിൽ വന്ന് കിടന്നു. പുലർച്ചെ എഴുന്നേക്കുന്ന ശീലമുള്ള ശ്രീധരൻ പിറ്റേ ദിവസം എഴുന്നേറ്റ് പറമ്പിലേക്കിറങ്ങി. മഴയും കാറ്റും അലങ്കോലമാക്കിയ തൊടിയിൽ വൃത്തിയാക്കുന്ന പണിയിൽ മുഴുകി. 7 മണിയോടെ അടിച്ചുവാരലിൻ്റെ ധ്വനി അയാളുടെ ചെവിയിൽ മുഴുകി. അത് കേട്ടപ്പോൾ ആകാംക്ഷ കൊണ്ട് പ്ലാവിൻ്റെ മറവിൽ പിടിച്ച് ഒന്ന് വീക്ഷിച്ചു. മരുമോളെ തന്നെയാണ് കാണാൻ സാധിച്ചത്. ഭാഗ്യം, വേദന ഒന്നും ഉണ്ടാകില്ല എന്നയാൾ ആശ്വസിച്ചു. എന്തായാലും ഇങ്ങോട്ടാണല്ലോ വരുന്നത് എന്നോർത്ത് അയാൾ വീണ്ടും പണിയിൽ മുഴുകി. ശബ്ദം അരികിലേക്ക് വന്നുവെന്ന് മനസ്സിലാക്കി അയാൾ നിവർന്ന് തിരിഞ്ഞു നോക്കി. രാവിലെ തന്നെ പറമ്പിലേക്ക് ഇറങ്ങിയോ? ചോദിച്ചുകൊണ്ട് ചൂരിൻ്റെ അറ്റം അരയിൽ കുത്തി അവൾ അച്ഛൻ്റെ അടുത്തേക്ക് നീങ്ങി. ആ മോളെ. അല്ല, മോളുടെ വേദന മാറിയോ? ഇല്ലച്ചാ. പിന്നെ എന്തിനാ ഈ പണിയൊക്കെ ചെയ്യുന്നേ? അത് പിന്നെ അമ്മയോട് എന്തു പറയും? കാര്യം പറഞ്ഞാൽ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കില്ലേ അമ്മ? ഓ, അത് ശരിയാ മോളെ. ഇതും കൂടി ചെയ്താൽ വേദന കൂടും. കാണിക്കണോ? അത് വേണ്ടി വരും. എന്നാ ഇന്ന് തന്നെ പോകാം. പക്ഷേ അമ്മയോട് എന്തു പറയുക അച്ഛാ?
എന്തെങ്കിലും വാങ്ങാനുണ്ടെന്ന് പറഞ്ഞിറങ്ങിക്കോ, പുറകെ ഞാനും ഇറങ്ങാം. ശരി. എത്ര മണിക്കാ? അതൊരു 9 മണി കഴിഞ്ഞ്. അത് കേട്ട് അവളൊന്ന് പുഞ്ചിരിച്ചു. അധിക സമയം ഇവിടെ നിൽക്കണ്ട, അവൾ കണ്ട പ്രശ്നമാണ്. പിന്നെ അവനിന്ന് വരുമോ? ആ, ഇന്ന് വരുമെന്നാ പറഞ്ഞത്. ശരി. ആ സമയം ശ്രീധരൻ്റെ ഭാര്യ ലക്ഷ്മി പുറത്തേക്ക് വന്ന് റിയയെ വിളിച്ചു. അവൾ അങ്ങോട്ടേക്ക് പോയി. ശ്രീധരൻ്റെ ചിന്തകൾ അടിമുടി മാറാൻ തുടങ്ങി. ഒന്നുമില്ലേലും മകൻ്റെ ഭാര്യയല്ലേ എന്നുള്ള ചോദ്യം മനസ്സിൽ തികട്ടുന്നുണ്ട്. 9 മണിയാകാൻ ശ്രീധരൻ കാത്തുനിന്നു. മെഡിക്കൽ ഷോപ്പിൽ പോകണം എന്ന വ്യാജേന റിയ സമയമായപ്പോൾ കുഞ്ഞിനെ അമ്മയെ ഏൽപ്പിച്ചിറങ്ങി റോഡിൻ്റെ കുറച്ചകലെ കാത്തുനിന്നു. വിത്ത് വാങ്ങണമെന്ന വ്യാജേന ശ്രീധരനും പുറകെ ഇറങ്ങി. ഇരുവരും കണ്ടുമുട്ടി. ശ്രീധരനെ കണ്ട് റിയക്ക് ചിരിയാണ് വന്നത്. വീട്ടിൽ 2-3 വണ്ടികൾ വെച്ച് പാവത്തെ പോലെ നടന്നു വരുന്ന അമ്മായപ്പൻ. എന്തൊക്കെയാ നടക്കുന്നത്? അമ്മായപ്പനെ വളക്കേണ്ടി വരുമോ? ചിരി തൂകി നിൽക്കുന്ന മരുമകളുടെ അകത്തേക്ക് കുളിച്ച് കുട്ടപ്പനായി അയാൾ എത്തി. എന്താ മോളെ, എന്തിനാ നീ ചിരിക്കുന്നേ? ഒന്നുമില്ല അച്ഛാ. അവർ മുന്നോട്ടേക്ക് നടക്കാൻ തുടങ്ങി. പറ. അല്ലച്ചാ, പുറത്തു പോകാൻ അമ്മയോട് കള്ളം പറയേണ്ടി വന്നില്ലേ? അത് മോളെ, നമ്മുടെ സാഹചര്യം അങ്ങനെ ആയിപ്പോയില്ലേ. ആരെങ്കിലും വിശ്വസിക്കുമോ നമ്മൾ രണ്ടാളും രാത്രി തൊടിയിൽ വീണതറിഞ്ഞ? അത് കേട്ട് റിയ പൊട്ടിച്ചിരിച്ചു. വീഴൽ മാത്രമോ? വീണപ്പോൾ എന്നെ പിടിച്ചില്ലേ? അയ്യോ, അങ്ങനെ പറയല്ലേ മോളെ, അബദ്ധം പറ്റിയതാ. കള്ള. മോളെ, നമുക്ക് ഓട്ടോയിൽ പോകാം. അതിന് ഓട്ടോ എവിടെ അച്ഛാ? വാ, നമുക്ക് നോക്കാം. അച്ഛാ, ചെറിയ വേദനയേ ഉള്ളൂ. വൈദ്യൻ ചവിട്ടി തിരുമാനൊക്കെ പറയുമോ? ഇല്ല മോളെ, എനിക്കറിയാവുന്ന ആളാണ്. എന്തായാലും കുഴമ്പിടേണ്ടി വരും. മനസ്സിൽ ഒരു ലഡ്ഡു പൊട്ടിയതുപോലെ റിയ ഒന്ന് ആലോചിച്ചു. പക്ഷേ അവളൊന്ന് മൂടിയതേ ഉള്ളൂ. അവർ വേഗം തന്നെ ശ്രീധരൻ അറിയുന്ന വൈദ്യൻ്റെ അടുത്തെത്തി. എന്താ ശ്രീധര, ഈ വഴിയൊക്കെ മറന്നോ? വൈദ്യൻ ചോദിച്ചു. ഇല്ലടോ. പിന്നെന്താ കാര്യം, പറ കേൾക്കട്ടെ. ഒന്ന് വീണു. ആര്, താനോ? ഞാനല്ല, മരുമോൾ. പുറകിൽ നിന്ന് റിയയെ ശ്രീധരൻ അരികിലേക്ക് വിളിച്ചു. എന്തു പറ്റി? വൈദ്യൻ അവളെ അടിമുടിയൊന്ന് നോക്കി. റോസ് കളർ ചുരിദാറും കറുപ്പ് ഷോളും അണിഞ്ഞ് അഴകത്ത യുവതി മുന്നിൽ നിൽക്കുന്നു. അയാളുടെ നോട്ടം കണ്ട് റിയ ഷോൾ ഒന്നുകൂടി നേരെയിട്ടു. പടിമേൽ ഒന്ന് വീണതാ. എങ്ങനെയാ വീണത്? അത് നിബന്ധം കുത്തി. ശ്രീധരൻ അത് പറഞ്ഞപ്പോൾ അവൾക്കല്പം ചമ്മലുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നടുവിലേക്ക് വേദന പടരും. അത് കേട്ടപ്പോൾ ശരിയാണെന്ന് റിയക്ക് തോന്നി. ഇപ്പോൾ വേദന എങ്ങനെയുണ്ട്? ചെറുതായി ഉണ്ടെന്നാ പറയുന്നത്. ശ്രീധരൻ്റെ മറുപടി കേട്ട് വൈദ്യൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ഉണ്ടെന്ന അർത്ഥത്തിൽ അവൾ തലയാട്ടി. ഇവിടെ വരൂ, ഇവിടെ ഇരിക്കൂ. വൈദ്യരുടെ അടുത്തുള്ള സ്റ്റൂളിലേക്ക് കാണിച്ചുകൊണ്ട് അയാൾ അവളെ അവിടെ ഇരുത്തി. റിയ നേരെ അമ്മായച്ചനെ നോക്കി. ചെല്ല് എന്നുള്ള രീതിയിൽ ശ്രീധരൻ കണ്ണനക്കി. റിയ പതിയെ എഴുന്നേറ്റ് അവിടെ ചെന്നിരുന്നു. തിരിഞ്ഞിരിക്ക്, അയാൾ പറഞ്ഞു. അവളത് അനുസരിച്ചു. അല്പം മുന്നോട്ട് വന്നോളൂ. അതും പറഞ്ഞ് വൈദ്യൻ നട്ടലിന് താഴെ തിരിയുന്നിടത്ത് ഒന്ന് അമർത്തി. റിയ വേദന പ്രകടിപ്പിച്ചുകൊണ്ട് അമ്മായപ്പനെ നോക്കി. വൈദ്യൻ വീണ്ടും വീണ്ടും അതിന് ചുറ്റും ഓരോ അമർത്തൽ പാസാക്കി. മരുന്ന് തൈലമിട്ട് പിടിക്കണം. വീട്ടിൽ പോയിട്ട് ചെയ്തോളാം. ഉടനെ റിയ കയറി പറഞ്ഞു. പത്തിക്കടി കൊണ്ട പോലെ വൈദ്യൻ അമർത്തിയൊന്ന് മൂളി. ഇവളുടെ ഭർത്താവ് എന്താ ചെയ്യുന്നേ? വൈദ്യൻ ചോദിച്ചു. മകൻ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവാണ്. ശ്രീധരൻ അതിനുത്തരം നൽകി. കൊച്ചുള്ളതാണോ? ഒരു മോനുണ്ട്. അത് ശരി. അവിടെ ചെന്നിരുന്നോളൂ. അവളോട് പറഞ്ഞ ശേഷം വൈദ്യർ കടലാസിൽ കുത്തിക്കുറിച്ച് ശ്രീധരനെ നോക്കി. ഉള്ളിൽ നീരുണ്ടാവാം. നടുവ് മുതൽ താഴെ വരെ, അതായത് കീറൽ തുടങ്ങുന്നതിൻ്റെ ഇടതുവശം വരെ അമർത്തി ഒഴിയണം. പിന്നെ അതിന് നേരെ മുൻവശത്തേക്ക് കടന്ന് അവിടെയും വേണം. അത് കേട്ട് റിയ അമ്മായപ്പനും മുഖത്തോട് മുഖം നോക്കി. ഒന്ന് പെറ്റതല്ലേ, അതാണ് അങ്ങനെ ചെയ്യുന്നത്.
ഇവളുടെ ഭർത്താവ് ഇവിടെ തന്നെയല്ലേ ഉള്ളത്? ആ അതെ, അവൾ കയറി പറഞ്ഞു. ഒന്നറിഞ്ഞു ചെയ്താൽ ഒരു ദിവസം കൊണ്ട് മാറുന്നതാണ്, ഇല്ലെങ്കിൽ 2 ദിവസം. പിന്നെ അത് ചെയ്യേണ്ടത് രാത്രിയും പുലർച്ചെയുമാണ്. അതയാൾ കൈന്നിട്ട് പറഞ്ഞതാണ്. എങ്ങനെ, ഭർത്താവ് കേമനാണോ? അത് പറഞ്ഞ് സ്വയം ചിരിക്കുന്ന വൈദ്യരെ കണ്ട് രണ്ടാളും കണ്ണുമിഴിച്ചു. ആ അതെ, ശ്രീധരൻ പറഞ്ഞു. ശരി, എന്നാ ദക്ഷിണയും തന്ന് ഈ ചീട്ടെടുത്ത് അപ്പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങി പൊക്കോളൂ. നിരാശയുടെ ധ്വനി പടർന്ന് അയാളുടെ അവസാന വാക്കിൽ അത് മനസ്സിലാവാതെ ശ്രീധരനും റിയയും എഴുന്നേറ്റു. അങ്ങനെ റിയയും അമ്മായപ്പനും കുഴമ്പ് വാങ്ങി തിരിച്ചു. അയാളുടെ നോട്ടവും സംസാരവും എനിക്കത്ര പിടിച്ചില്ല കേട്ടോ, റിയ ചൊടിച്ചുകൊണ്ട് ശ്രീധരനോട് പറഞ്ഞു. ആ അയാൾ അങ്ങനെയാ, പക്ഷേ മരുന്നുകൾ പിഴക്കാറില്ല. ഞാൻ വിചാരിച്ചു അച്ഛൻ എന്നെ കൊണ്ട് ഇവിടം തന്നെ ഒഴിയിക്കുമെന്ന്. ഞാൻ അങ്ങനെ ചെയ്യുമോ മോളെ? പിന്നെന്താ, അയാളത് പറഞ്ഞപ്പോൾ അച്ഛൻ മിണ്ടാതിരുന്നേ? അതിനു മുന്നേ നീ കയറി പറഞ്ഞില്ലേ? അയാളുടെ ഒരു നോട്ടവും കൊഞ്ചലും വഷളൻ. അത് കേട്ട് ശ്രീധരൻ ചിരിച്ചു. അല്ല, ആരാ തടവുക? അമ്മായപ്പൻ്റെ ചോദ്യം കേട്ട് റിയ നിസ്സംശയതയോടെ നടന്നു. അല്പസമയം കഴിഞ്ഞ് അവൾ ഫോണെടുത്ത് ഭർത്താവ് രതീഷിനെ വിളിച്ചു. 2 തവണ ഫുള്ള് റിങ് ചെയ്തിട്ടും അയാൾ എടുത്തില്ല. അപ്പോഴേക്കും ശ്രീധരൻ കൈ കാണിച്ച് ഒരു ഓട്ടോയിൽ അവരിരുവരും കയറി. അവൻ എവിടെയാ ഉള്ളത്, ഇന്ന് വരുമോ? ശ്രീധരൻ ചോദിച്ചു. ആർക്കറിയാം, ഫോൺ എടുക്കുന്നില്ല. ആണോ? അപ്പോൾ ഇനി എന്തു ചെയ്യും? ആരാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഒരു വെള്ളടി വെട്ടിയ പോലെ ശ്രീധരൻ്റെ നെഞ്ചൊന്ന് ആളി. ഞാനോ? മനസ്സിൽ പറഞ്ഞുകൊണ്ട് അയാൾ അവളെ നോക്കി നിന്നതേയുള്ളൂ. അവളും ഇമ ചിമ്മാതെ അയാളെ നോക്കി. അപ്പോൾ എങ്ങനെയാ? ഓട്ടോ ഡ്രൈവറെ കണ്ണുകൊണ്ട് കാണിച്ചു കൊടുത്ത് റിയ മൗനം പാലിച്ചു നിന്നു. അയാൾക്കതിൻ്റെ കാര്യം പിടികിട്ടി. ചേട്ടാ, ഒരു മെഡിക്കൽ ഷോപ്പിൽ നിർത്ത്, റിയ ഓട്ടോ ഡ്രൈവറോട് പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് ശ്രീധരൻ ഓർത്തത്. അയ്യോ, വിത്ത്! വിത്തോ? അതെന്താ അച്ഛാ? അത് മോളെ, ഞാൻ വിത്ത് വാങ്ങണമെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ശ്രീധരൻ പറഞ്ഞപ്പോൾ അവൾ കുലുങ്ങി ചിരിച്ചു. വീട്ടിലേക്കുള്ള റോഡിലേക്ക് കയറിയതും റിയ വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടു. അത് അയാൾക്കും ആവശ്യമായിരുന്നു. ശേഷം അവർ വീട്ടിലേക്കുള്ള നടത്തം ആരംഭിച്ചു. മോളെ. എന്താ അച്ഛാ? എന്താ മോളെ ചെയ്യേണ്ടത്? അത് അച്ഛൻ ചെയ്തു തരില്ലേ? അത് മോളെ. എന്താ? അയ്യോ, അങ്ങനെയല്ല മോളെ. രതീഷേട്ടനെ വിളിച്ച് നോക്കട്ടെ അച്ഛാ, വന്നില്ലെങ്കിൽ അച്ഛൻ ചെയ്തു തരേണ്ടി വരും. കയ്യിൽ നിന്നും പോകുമോ എന്ന പേടി കാരണം അയാൾ മൗനം പാലിച്ചു. അങ്ങനെ സംഭവിച്ച പിന്നെ തീർന്നു. എന്താ, അച്ഛൻ ചെയ്തു തരില്ലേ? അതുകൊണ്ടല്ല മോളെ, ഞാൻ എങ്ങനെ വരാനാ? അവളവിടെ ഇല്ലേ? അമ്മ ഉറങ്ങിയിട്ട് വന്നാൽ മതി അച്ഛാ, ഞാൻ വാതിൽ ലോക്ക് ചെയ്യാതിരുന്നാൽ പോരെ? 2 കൈകൊണ്ടും ഷോളിൻ്റെ തുമ്പ് പിടിച്ച് നടന്നുകൊണ്ടവൾ പറഞ്ഞു. അപ്പോൾ കൊച്ചോ? അവൻ രാത്രി നല്ല ഉറക്കമായിരിക്കും അച്ഛാ. ഒരു പേടിയില്ലാതെ വിളിക്കുന്ന മരുമകൾ അയാൾ ഓർത്തു. പിന്നെ രതീഷേട്ടൻ വരുമോ എന്നറിയില്ല, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ അറിയിക്കാം. ശരി മോളെ. അയാൾ ഒന്ന് മൂളി നടന്നു. അങ്ങനെ 2 പേരും വീട്ടിലെത്തി. 2 കാര്യങ്ങൾ കൊണ്ട് അയാളുടെ മനസ്സ് പെരുമ്പാറ കൊട്ടി. രാത്രി മകൻ രതീഷ് വരുമോ എന്നും കൂടാതെ ഭാര്യ ലക്ഷ്മി അറിയരുതേ എന്നും. പാതി മനസ്സോടെ അയാൾ പറമ്പിലേക്കൊന്നും ഇറങ്ങാതെ പേരക്കുട്ടിയോടൊപ്പം കളിച്ചിരുന്നു. അതുകൊണ്ട് ലക്ഷ്മിക്കും നല്ല ആശ്വാസം കിട്ടി. ഇല്ലെങ്കിൽ ഏതു നേരവും കൊച്ചു ലക്ഷ്മിയോടൊപ്പമാണ്. ഇതേ സമയം റിയ പുറകിൽ പണിയൊക്കെ പൂർത്തിയാക്കി അലക്കും വിരിച്ചിടുമെല്ലാം തീർത്ത് വൈകുന്നേരം 6 മണിയോടെ കുളി കഴിഞ്ഞെത്തിയിരുന്നു. രാത്രി ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് റിയയുടെ ഫോണിൽ ഭർത്താവ് രതീഷിൻ്റെ കോള് വന്നു. അച്ഛനോട് ഭർത്താവാണ് കോളിലെന്ന് കാണിച്ച് അവൾ മുറിയിലേക്ക് പോയി. ഹലോ രതീഷേട്ടാ. എടി, ഞാൻ പറഞ്ഞില്ലേ പണി സമയത്ത് എന്നെ വിളിക്കരുതെന്ന്. അതല്ല, ഇന്നലെ പിന്നെ വിളിച്ചില്ലല്ലോ, അതാ ഞാൻ. ശരി, എന്താ കാര്യം? അത് ഇന്ന് വരില്ലേ? എന്തേ? ഒന്നുമില്ല, ചോദിച്ചതാ.
നോക്കട്ടെ, സംശയമാണ്. അതല്ല, ഉറപ്പ് പറയണം. 2 ദിവസമായി നിങ്ങൾക്ക് ഭക്ഷണം എടുത്തു വെച്ച് കളയുന്നു. ആ, നാളെ ഉണ്ടാകൂ. വർക്ക് ഇനിയും തീർന്നിട്ടില്ല. ഡാ രതീഷേ, വാടാ. ഇടയിൽ ഫോണിലൂടെ രതീഷിനോരെ വിളിക്കുന്നത് റിയ കേട്ടു. എന്താ രതീഷേട്ട പരിപാടി? പരിപാടിയൊന്നും ഇല്ലടി, നീ വെച്ചോ. അപ്പോൾ ഭക്ഷണം വേണ്ടല്ലോ, അച്ഛന് കൊടുക്കാനാണ്. അതിനെന്തിനാടി നീ എന്നോട് ചോദിക്കുന്നേ? അച്ഛന് കൊടുത്തോ? എല്ലാം കൊടുക്കട്ടെ, അച്ഛൻ കൊതിയനാണെന്നറിയാലോ. ആ, എല്ലാം കൊടുക്ക്. ഇനി എന്തായാലും ഞാൻ വരാൻ ചാൻസ് ഇല്ല. ശരി. റിയ കോൾ കട്ട് ചെയ്തു. ശേഷം തിരിച്ച് ഡൈനിങ് ടേബിളിലേക്ക് വന്നു. ഭക്ഷണം വിളമ്പി വെച്ചിട്ട് നീ എവിടെ പോയതാ പെണ്ണേ? അമ്മ ലക്ഷ്മിയുടെ ചോദ്യമായിരുന്നു അത്. രതീഷേട്ടൻ വിളിച്ചതാ അമ്മേ. ഓ, അവൻ വരുന്നുണ്ടോ ഇന്ന്? ഇല്ല, അച്ഛനെ നോക്കിയായിരുന്നു റിയ അത് പറഞ്ഞത്. അയാൾ ഒന്ന് ഞെട്ടിയത് അവൾ അറിഞ്ഞു. കഴിക്കാനുള്ളത് മുഴുവൻ അച്ഛന് കൊടുക്കാൻ പറഞ്ഞു. ശേഷം അവൾ അമ്മായിയപ്പനെ ഒന്ന് നോക്കി. അയാൾക്കൊരു എത്തും പിടിയും കിട്ടിയില്ല. സന്തോഷിക്കണോ വേണ്ടയോ എന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. തീറ്റപ്രാന്തിന് ഇന്ന് കോളായല്ലോ. ആസ്ഥാനത്ത് ഭാര്യ ലക്ഷ്മിയുടെ സംസാരം കേട്ട് ശ്രീധരനാകെ വട്ടുപിടിച്ചു. അത് കണ്ട് റിയക്ക് ചിരിയാണ് വന്നത്. കേട്ടില്ല മനുഷ്യ, കഴിക്ക്. ഭാര്യയുടെ കിഴുക്ക് ചുമലിൽ കെട്ടിയപ്പോൾ അയാൾ ബോധത്തിലേക്ക് വന്നു. കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും എഴുന്നേറ്റു. പാത്രങ്ങൾ അമ്മ കഴുകുന്നത് കൊണ്ട് റിയ കൊച്ചിനെയും എടുത്ത് റൂമിലേക്ക് പോകാനൊരുങ്ങി. ഹോളിലിരിക്കുന്ന ശ്രീധരൻ്റെ അടുത്ത് വന്ന് അവൾ ചെവിയിൽ മന്ത്രിച്ചു. അമ്മ ഉറങ്ങിക്കഴിഞ്ഞ് റൂമിലേക്ക് പോര്. കുളിർ കാറ്റടിച്ച പോലെ അയാളൊന്ന് കുളിരി കോരിപ്പോയി. എന്നാൽ ഭാര്യലക്ഷ്മി വേഗം ഉറങ്ങാൻ വേണ്ടി അയാളുടെ മനസ്സ് പ്രാർത്ഥിച്ചു. 11 മണിയിൽ കൂടില്ല, പക്ഷേ എപ്പോൾ ഉണരുമെന്ന് ഒരു പിടിയുമില്ല. 12 മണിയിൽ കൂടിയാൽ ഗാഠനിദ്രയാണ്, അതയാൾക്ക് ഉറപ്പുണ്ട്. ചെരിഞ്ഞും മറിഞ്ഞും കിടന്ന് 11:30 മണിയായപ്പോൾ അയാൾ പതിയെ എഴുന്നേറ്റു. ലക്ഷ്മിയെ 1-2 വട്ടം കുലുക്കി നോക്കി. അവളൊന്ന് മൂളിയില്ലെങ്കിലും കുഴപ്പമില്ല. അയാൾ പതിയെ മുറിക്ക് പുറത്തിറങ്ങി വാതിലടച്ചു. മരുമകളുടെ റൂം ലക്ഷ്യമാക്കി നീങ്ങി. പറഞ്ഞതുപോലെ റൂം ലോക്കല്ല. പതിയെ തുറന്ന് ഉള്ളിൽ കയറി. ശേഷം വാതിലടച്ചു. ആ ശബ്ദം കേട്ട് റിയ കണ്ണു തുറന്നു. അച്ഛൻ റൂമിലെത്തിയത് മനസ്സിലാക്കി പതിയെ മോനുണരാത്ത രീതിയിൽ അവൾ എഴുന്നേറ്റു. എന്താ വൈകിയേ? റിയ ചോദിച്ചു. അത് അവൾ ഉറങ്ങാൻ. എന്നിട്ട് ഉറങ്ങിയോ? ആ, കുഴമ്പെവിടെ? അതിന് മറുപടിയായി തട്ടിൽ വെച്ച കുഴമ്പ് ബോക്സ് അവൾ അച്ഛനെ എടുത്തു കൊടുത്തു. എവിടെന്നാ? ഉറങ്ങിക്കിടക്കുന്ന പേരക്കുട്ടിയെ നോക്കി അയാൾ ചോദിച്ചു. താഴെ ഷീറ്റ് വിരിച്ചാലോ? അച്ഛൻ്റെ ഇഷ്ടം. ശേഷം അവൾ പായ വിരിച്ച് അതിന് മുകളിൽ ഷീറ്റ് വിരിച്ചു. ശേഷം ഒരു തലയണയെടുത്ത് തലയുടെ ഭാഗത്ത് വെച്ചു. അവിടെ ഇരിക്കച്ച, അവൾ അയാളോട് പറഞ്ഞു.